ഹേ ഗൈസ്, ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് E-RUPEE അതായത് ഡിജിറ്റൽ കറൻസി എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. ഡിജിറ്റൽ കറൻസി എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ സ്ക്രീനായിട്ട് ഞാൻ കൊടുക്കാം. പ്ലേ സ്റ്റോറിൽ E-RUPEE എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബാങ്കിൻ്റെ ഡിജിറ്റൽ റുപ്പി ആപ്പ് കാണാൻ പറ്റും. നിങ്ങളുടെ ബാങ്ക് ഇതിലുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ എല്ലാ ബാങ്കും എത്തണ വരെ വെയിറ്റ് ചെയ്യുക. എല്ലാ ആപ്പിനും സിമിലർ ഇൻ്റർഫേസ് ആയിരിക്കും, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനിവിടെ SBI ബാങ്കിൻ്റെ E-RUPEE by SBI എന്ന് പറഞ്ഞുള്ള ആപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ആപ്പ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് നമുക്ക് ഇന്റർഫേസ് കാണാൻ പറ്റുക. ഇവിടെ അടിയിൽ കാണുന്ന എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമിഷൻസ് ആണ് ചോദിക്കുക. നമ്മൾ കോളിൻ്റെയും അതുപോലെ തന്നെ SMS-ന് പെർമിഷൻസ് ഒക്കെ അലോ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇതേപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കും, അത് ആക്സെപ്റ്റ് കൊടുക്കുക. അടുത്ത് ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഡിജിറ്റൽ റുപ്പീ ഈസ് എ ലീഗൽ ടെൻഡർ എന്ന് എഴുതിയത് കാണാം. അതുപോലെ കുറച്ച് ഇൻഫർമേഷൻസും കാണാം. ഈ ആപ്പ് ആക്ച്വലി ഒരു ഡിജിറ്റൽ വാളറ്റ് ആണ്. അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലുള്ള സ്റ്റാർട്ട് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ SIM 1 ആണോ SIM 2 ആണോ വേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിന്റെ ആ SIM ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ വെരിഫൈ SIM കൊടുക്കുക. ചില ആപ്പുകളിൽ മാനുവലി നമുക്ക് ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യേണ്ടി വരും. ഇതേപോലെ ഫെയിൽ ടു സെൻഡ് SMS കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ പ്ലാനിൽ ബാലൻസ് ഇല്ല എന്നാണ് അർത്ഥം. സോ ജസ്റ്റ് ഇതേപോലെ ടോപ്പ് അപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്താൽ മതി. ഇനി കുറച്ച് ലോഡിങ്ങിന് ശേഷം SMS വെരിഫിക്കേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇതിൽ SMS വെരിഫൈ ആയി കഴിഞ്ഞാൽ ഇതേപോലെ SIM വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണാം. ഇനി നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി അടുത്ത് മൊബൈൽ പിൻ ലോക്ക് പാറ്റേൺ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് സെറ്റപ്പ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. ഇവിടെ നമ്മൾ സെറ്റ് ആപ്പ് പിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് ചോദിക്കും. അവിടെ ജസ്റ്റ് ഫിംഗർ പ്രിന്റ് വെച്ച് കൊടുത്താൽ മതി. ഇനി അടുത്ത് നമ്മുടെ പേര് അടിച്ചു കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ലീഗൽ നെയിം അടിച്ചു കൊടുക്കുക. അത് ടൈപ്പ് ചെയ്തതിനു ശേഷം അടിയിലുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ടൈപ്പ് ഓഫ് വാളറ്റ് ചൂസ് ചെയ്യുന്ന സ്റ്റേജ് ആണ് വരിക. ഇവിടെ നമുക്ക് റീകവറബിൾ വാളറ്റിന്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ അടിയിൽ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തത് വാളറ്റിന്റെ പിൻ ആഡ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. ഇവിടെ നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പിൻ അടിച്ചു കൊടുക്കാൻ പറയും. ഇവിടെ 6 ഡിജിറ്റ് പിൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഓർമ്മ കിട്ടാൻ UPI പിൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം അടിയിലുള്ള ടിക്ക് മാർക്ക് കൊടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്തത് KYC പ്രോസസ് ആണ്. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. സോ അടിയിലുള്ള കണ്ടിന്യൂ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മുടെ വാളറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എടുത്തിട്ട് അടിയിൽ കാണാൻ പറ്റും. ഇവിടെ ഇതേപോലെ ബാങ്ക് അക്കൗണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അടിയിലുള്ള സെലക്ട് ദിസ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ ATM ഡീറ്റെയിൽസ് അടിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിങ്ങളുടെ ATM കാർഡിന്റെ ലാസ്റ്റ് 6 ഡിജിറ്റ്സും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ വാളറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെയാണ് ഇന്റർഫേസ് കാണാൻ പറ്റുക. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലുള്ള പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാളറ്റ് ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പേരും QR കോഡും കാണാൻ പറ്റുക. നിങ്ങളുടെ E-RUPEEs ആർക്കെങ്കിലും അയക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു QR കോഡാണ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഗൂഗിൾ പേയിൽ ഒരാൾക്ക് നമ്മുടെ കാശ് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ QR കോഡ് കാണിച്ചു കൊടുക്കണ പോലെ ഇത് ഷെയർ ചെയ്യാനുള്ള ബട്ടൺ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ അബൌട്ട് വാളറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാളറ്റും ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെയുള്ള ആക്ടിവേറ്റ് മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് പേയ്മെന്റ്സ് റിസീവ് ചെയ്യാൻ പറ്റും. അടുത്ത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ആണ്. ഇവിടെ നമ്മൾ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും കാണാൻ പറ്റും. അത് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അടുത്ത് പിൻ സെറ്റിംഗ്സ് ആണ്. നമ്മൾ പിന്ന് മറന്നു പോയി കഴിഞ്ഞാൽ ഫോർഗോട്ട് പിൻ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തത് ഡീരജിസ്റ്റർ വാളറ്റ് ആണ്. നമ്മുടെ വാളറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാളറ്റ് ഡീരജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി ഉള്ള ഓപ്ഷൻ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ആണ്. ഇനി ഏറ്റവും അടിയിൽ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. ഇനി നമുക്ക് ഹോം സ്ക്രീനിലേക്ക് വരാം. ഇവിടെ മുകളിൽ കറന്റ് ബാലൻസിന്റെ അവിടെയുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാളറ്റ് ബാലൻസ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിലുള്ള വ്യൂ വാളറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാളറ്റിന്റെ ഉള്ളിലുള്ള ഡിജിറ്റൽ കറൻസി കാണാം. ഇവിടെ ഞാൻ വാളറ്റിൽ ക്യാഷ് ഇടാത്തതുകൊണ്ടാണ് ഇൻസഫിഷ്യന്റ് ബാലൻസ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ കറൻസി സെൻഡ് ചെയ്യാൻ, കളക്ട് ചെയ്യാൻ, ലോഡ് ചെയ്യാൻ ആൻഡ് റെഡീം ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. നമ്മൾ ഈ കറൻസി സെൻഡ് അല്ലെങ്കിൽ റിസീവ് ചെയ്ത ആൾക്കാരെയാണ് പീപ്പിളിൽ കാണിക്കുക. അതിന്റെ ലേറ്റസ്റ്റ് ട്രാൻസാക്ഷൻ അടിയിലും കാണാം. ഇവിടെ അടിയിൽ സെന്ററിൽ കണ്ട ഫ്ലോട്ടിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡിന്റെ സ്കാനർ ഓപ്പൺ ആയി വരും. ഇവിടെ കാണുന്ന ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താലാണ് നമ്മുടെ ബാങ്കിൽ ഇരിക്കുന്ന ക്യാഷ് ഡിജിറ്റൽ കറൻസി ആയിട്ട് വാളറ്റിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുക. ഇവിടെ നോട്ട്സും കോയിൻസും ഉണ്ട്. ഇവിടെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ആവും, അടിക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ്യൂസ് ആവും. അതിന്റെ വാല്യൂ ആണ് ഇവിടെ മുകളിൽ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് 50 പൈസേന്റെ കോയിൻ ഉണ്ട്, 1 രൂപയുടെ കോയിനും ഉണ്ട്. ഇവിടെ ഏറ്റവും അടിയിൽ വ്യൂ ഡിജിറ്റൽ റുപ്പീ സെലക്ടഡ് എന്ന് പറഞ്ഞ് കാണാം. നമ്മൾ സെലക്ട് ചെയ്ത ഡിജിറ്റൽ റുപ്പി ഒക്കെ അവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് നോട്ട്സ് എടുക്കാം. കോയിൻ കാണിച്ച പോലെ സിമിലർ ഫംഗ്ഷൻ ആണ്. ഇവിടെ നമുക്ക് 2 റുപ്പീസ് നോട്ട് ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്, 20 ഉണ്ട്, പിന്നെ 50, 100, 200, 500, 2000 വരെ ഉണ്ട്. ഞാൻ ഓരോന്നും മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ മുകളിൽ വാല്യൂ ആഡ് ആവുന്നത് കാണാം. അതിനെക്കാട്ടും വലിയ വാല്യൂ ഉള്ള നോട്ട് അടിക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലീസ് സെലക്ട് അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഫോർ റിഡക്ഷൻ എന്ന് വന്നിട്ട് ഇതേപോലെ കാണാം. നമ്മൾ ആഡ് ചെയ്ത എമൗണ്ട് പെട്ടെന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാല്യൂ വേണമെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും.
പറ്റും. ഞാനിവിടെ 100 റുപ്പീസ് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാൻ പോവാണ്. സോ ഇതേപോലെ വാല്യൂ കാണിക്കും. അടിയിൽ നമ്മൾ ലോ ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ബാങ്കിന്റെ ഓപ്ഷൻ ഉണ്ട്, UPI ഓപ്ഷൻ ഉണ്ട്. ആദ്യം ഞാൻ UPI കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. സോ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ മുകളിൽ വാല്യൂ കാണാൻ പറ്റും, അടിയിൽ ഏതൊക്കെ നോട്ടാണെന്ന് അറിയാൻ പറ്റും. ഇവിടെ ഒരു 100ന്റെ നോട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് 250ന്റെയോ 520ന്റെയോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ലോ ഡിജിറ്റൽ റുപ്പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേ വിത്ത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ ഓപ്ഷൻ കാണാൻ പറ്റും. ഞാൻ ഗൂഗിൾ പേ ആണ് കൊടുക്കാൻ പോകുന്നത്. സോ ഇതേപോലെ ഗൂഗിൾ പേ ഓപ്പൺ ആയി വരും. നമ്മൾ ജസ്റ്റ് അൺലോക്ക് ചെയ്തിട്ട് ഇതേപോലെ പേ ചെയ്യുക. സോ അങ്ങനെ നമുക്ക് UPI വഴി വാളറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ജസ്റ്റ് ബാക്ക് അടിക്കുന്നുണ്ട്. പേയ്മെന്റ് സക്സസ്ഫുൾ അല്ലാത്തതുകൊണ്ട് ഇതേപോലെ ഡിജിറ്റൽ റുപ്പി ലോഡിംഗ് ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് കാണും. അതൊക്കെ ഇതേപോലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ സേവ് ആയിട്ടുണ്ടാവും. ഇനി ബാങ്ക് വഴി ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ബാങ്ക് അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഇവിടെ മുകളിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ ലോഡ് ഡിജിറ്റൽ റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഡിജിറ്റൽ റുപ്പീസ് ഇതിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇവിടെ നിങ്ങൾക്ക് ഡിജിറ്റൽ റുപ്പി ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണാം. ഈ റുപ്പീസിന് ഇതേപോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ സ്പീഡ് ഉണ്ടാവും. ഇവിടെ ഞാൻ ബാലൻസ് ചെയ്യുമ്പോൾ 100 രൂപ ആഡ് ആയത് കാണാൻ പറ്റും. അടിയിലുള്ള റീസെന്റ് ട്രാൻസാക്ഷനിൽ അത് കാണാൻ പറ്റും. ഇവിടെ സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് കാശ് ഇവിടെ നിന്നാണ് അയക്കാൻ പറ്റുക. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് സ്കാനർ ഓപ്പൺ ആയി വരും. ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ നമ്പർ അല്ലെങ്കിൽ കോൺടാക്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പെർമിഷൻ അലോ ചെയ്യണം. അതിനുശേഷം എല്ലാവരുടെയും കോൺടാക്ട്സ് ലോഡ് ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത് അവരുടെ പേര് ഇവിടെ സെർച്ച് ചെയ്യാം. പേര് മാത്രമല്ല മൊബൈൽ നമ്പറും വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഇനി നമ്മൾ ആളുടെ കോൺടാക്ട് ക്ലിക്ക് ചെയ്തിട്ട് അടിയിലുള്ള വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ അവർ വാലറ്റ് ആക്ടിവേറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇതേപോലെ നമുക്ക് പേര് കാണാൻ പറ്റും. അതുപോലെ തന്നെ അടിയിൽ സെൻഡ് ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞുള്ള ഓപ്ഷനും കാണാം. ഇനി വാളറ്റ് ഇല്ലാത്ത ഒരാളുടെ വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇൻവാലിഡ് വെർച്വൽ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി അടുത്തത് കളക്ട് ആണ്. നമുക്ക് ആരുടെയെങ്കിലും ഈ റുപ്പീസ് റിസീവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മളത് ചെയ്യുക. ഒന്നെങ്കിൽ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പ്രൊഫൈലിലുള്ള QR കോഡ് കാണിച്ചു കൊടുക്കുക. ഇനി സ്പെസിഫിക് എമൗണ്ട് ആയിട്ട് റിസീവ് ചെയ്യണമെങ്കിലാണ് ഈ കളക്റ്റിൽ പോയിട്ട് ഇഷ്ടമുള്ള എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് QR എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ആൻഡ് ഈ ഒരു QR കോഡ് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു എമൗണ്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. ഇനി ഫൈനലി റെഡീം ഓപ്ഷൻ ആണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഡിജിറ്റൽ കറൻസി ബാങ്കിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. ഇവിടെയും ഇതേപോലെ നോട്ട്സും കോയിൻസും പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം. ഞാൻ കോയിൻസ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മെസ്സേജ് കാണിക്കുന്നത്. ഇവിടെ വേറെ നോട്ട്സ് ഒന്നും കാണിക്കാത്തത് ഞാൻ ഒറ്റ 100 രൂപയുടെ നോട്ടാണ് നേരത്തെ ആഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇവിടെ കാണിക്കുന്ന ഈ നമ്പറാണ് എത്ര 100 രൂപയുടെ നോട്ട് ഉണ്ടെന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാനിവിടെ സ്വൈപ്പ് അപ്പ് ചെയ്തിട്ട് റെഡീം ഡിജിറ്റൽ റുപ്പി കൊടുക്കാൻ പോവാണ്. റെഡീം ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡിജിറ്റൽ റുപ്പിയും ആഡ് ആവും. ഇവിടെ വന്ന് ഈ പോപ്പപ്പിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അടിയിലുള്ള റെഡീം ഡിജിറ്റൽ റുപ്പി ക്ലിക്ക് ചെയ്യുക. സോ ഇതേപോലെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത 6 ഡിജിറ്റ് പിന്ന് ചോദിക്കും. അത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. സോ ഇതേപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് അത് തിരിച്ച് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഡിജിറ്റൽ കറൻസി ആഡ് ആയതും നമ്മൾ റെഡീം ചെയ്തും കാണാൻ പറ്റും. ഇവിടെ കറന്റ് ബാലൻസ് ചെക്ക് ചെയ്തപ്പോൾ അത് 0 ആയിട്ടുണ്ട്. ഇതിന്റെ പ്രൂഫ് ഞാൻ SBI ബാങ്കിന്റെ ആപ്പിൽ പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ എന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ 100 രൂപ ഡെബിറ്റ് ആയതും തിരിച്ച് ആഡ് ആയതും കാണാൻ പറ്റും. ഇവിടെ CBDC എന്ന് എഴുതിയതിന്റെ ഫുൾ ഫോം വേറെ ഒന്നല്ല, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്നാണ്. ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഡിജിറ്റൽ കറൻസി ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റിസീവ് ആയത് നമുക്കിനി നോക്കാം. അവൻ എന്റെ കയ്യിലേക്ക് ഡിജിറ്റൽ കറൻസി അയച്ചുകൊണ്ടാണ് ഇവിടെ പീപ്പിൾ അവന്റെ പേര് കാണിക്കുന്നത്. അവൻ ആദ്യം 2 5 രൂപയുടെ ഡിജിറ്റൽ കറൻസിയും പിന്നെ ഒരു 10 രൂപയുടെ ഡിജിറ്റൽ കറൻസിയാണ് അയച്ചത്. അതാണ് ഇവിടെ 2 10 രൂപയുടെ ട്രാൻസാക്ഷൻ കാണിക്കുന്നത്. ഞാൻ ഇനി എന്റെ വാളറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 2 5 രൂപയുടെ നോട്ടും ഒരു 10 രൂപയുടെ നോട്ടാണ് വന്നത്. അതായത് നമ്മൾ ഫിസിക്കലി ഒരാൾക്ക് 20 രൂപ ഒരു 10ന്റെ നോട്ടും 2 5ന്റെ നോട്ടായിട്ട് കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഡിജിറ്റൽ കറൻസി ഒരാൾക്ക് അയച്ചാലും ഇതേപോലെ സിമിലർ ആയിട്ട് കിട്ടുക. ഇനി ഞാൻ കാശ് സെൻഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. എന്റെ ഫ്രണ്ട് അവന്റെ QR കോഡ് അയച്ചു തന്നിട്ടുണ്ട്. സോ ഞാൻ QR കോഡ് വഴി സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ നമ്മൾ ഇതേപോലെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേര് അടിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സെൻഡ് ഡിജിറ്റൽ റുപ്പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കാശ് അയക്കാൻ പറ്റും. അവൻ അയച്ചെന്ന ഡിജിറ്റൽ കറൻസി ഞാൻ അങ്ങനെ തന്നെ അയക്കാൻ പോവാണ്. നമ്മൾ ഓരോ തവണയും മുകളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്പേഴ്സ് മറന്ന് കാണാൻ പറ്റും. അതിലൂടെ ഓരോ നോട്ടും എത്രണ്ണം ബാക്കിയുണ്ടെന്ന് അറിയാൻ പറ്റും. ഇനി സെൻഡ് ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അവസാനം നമ്മൾ ആ 6 ഡിജിറ്റ് പിൻ അടിച്ചു കൊടുക്കുക. ഈ ഡിജിറ്റൽ റുപ്പി ഒരാൾക്ക് സെൻഡ് ചെയ്താലും റിസീവ് ആയി കഴിഞ്ഞാലും നമുക്ക് SMS ആയിട്ട് മെസ്സേജ് കിട്ടും. ഇതിപ്പോൾ സക്സസ്ഫുള്ളി സെൻഡ് ആയിട്ടുണ്ട്. ഇവിടെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ നോട്ട്സ് എത്ര എണ്ണമായിട്ടാണ് സെൻഡ് ചെയ്തതെന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ ട്രാൻസാക്ഷൻ ID മുകളിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SMS ഒക്കെ ഇങ്ങനെയാണ് വരിക. സോ ഇതേപോലെയാണ് നമുക്ക് ഡിജിറ്റൽ കറൻസി ആപ്പിലൂടെ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുക. ഡിജിറ്റൽ കറൻസി എന്താണെന്നും ക്രിപ്റ്റോ, UPI ആൻഡ് ഡിജിറ്റൽ കറൻസി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക.